മരണം എന്നത് ഒരു അവസാനമല്ല. സകല ജീവജാലങ്ങൾക്കും ഒരു ജനനമുണ്ടെങ്കിൽ ഒരു മരണമുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാൽ മനുഷ്യനായ നാം മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ എവിടെ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, മരിച്ചു കഴിഞ്ഞാൽ നാം എവിടെയായിരിക്കും എന്ന ഒരു ചെറിയ സന്ദേശം വേദപുസ്തകം അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ ദയവായി കാണണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനം. പ്രിയമുള്ളവരെ, മരിച്ചു കഴിഞ്ഞാൽ നാം പിന്നെ എവിടെ എന്ന വിഷയവുമായി ഒരു ചെറിയ സന്ദേശവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. ഒരു മനുഷ്യ ശരീരത്തെ വേദപുസ്തക അടിസ്ഥാനത്തിൽ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ദേഹം, ദേഹി, ആത്മാവ് എന്നിവയാണ് അവ. 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണപ്പെടുന്നു: നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കുമാറാകട്ടെ. ഇവിടെ കാണുന്നത് നമ്മുടെ ആത്മാവ്, പ്രാണൻ, ദേഹം. പ്രാണൻ എന്ന് പറയുന്നത് ദേഹിയെയാണ് അർത്ഥമാക്കുന്നത്. ഒരു മനുഷ്യ ശരീരത്തിൽ 3 പാർട്ടുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഒന്ന് ആത്മാവ്, പ്രാണൻ അതായത് ദേഹി, അടുത്തത് ദേഹം. ആദ്യമായിട്ട് നമുക്ക് ദേഹം എന്താണെന്ന് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണപ്പെടുന്നു: നിലത്തിൽ നിന്നും നിന്നെ എടുത്തിരിക്കുന്നു, നിലത്തിൽ തിരികെ ചേരുവോളം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് നിലത്തെ പൊടി കൊണ്ടാണ്. അപ്പൊ നാം ഏവരും നിലത്തെ പൊടി, അതായത് മണ്ണാണ്. അപ്പൊ ദേഹം എന്ന് പറയുന്നത് ഒരു മണ്ണാണ്. ആത്മാവിനും പ്രാണനും എന്ന് പറയുന്ന ദേഹിക്കും വസിക്കുവാൻ ഉള്ള ഒരു കൂട്, ഒരു വീട്, അതാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം തിരിച്ചു മണ്ണിലേക്ക് തന്നെ പോകുമെന്നാണ് ഉൽപ്പത്തി പുസ്തകം 3:19 നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിലത്തിൽ നിന്നെടുത്ത പൊടി നിലത്തിൽ തന്നെ അത് ലയിച്ചു ചേരുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മൺശരീരം ഭൂമിയിൽ അത് ലയിച്ചു കഴിയും. അത് കഴിഞ്ഞാൽ ആത്മാവും ദേഹിയും, ഇതിൻ്റെ പിന്നത്തെ ഭാവി അതെന്താണെന്ന് തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ആത്മാവ് അതായത് സ്പിരിറ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. മനുഷ്യനെ മണ്ണുകൊണ്ട് ദൈവം സൃഷ്ടിച്ചതിന് ശേഷം അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ദൈവം ഊതി. ആ ശ്വാസമാണ് ദൈവത്തിൻ്റെ ആത്മാവ്. മനുഷ്യനിലേക്ക് അത് ഊതി ദൈവം പകർന്ന് അവനെ ഒരു ജീവനുള്ള ദേഹിയാക്കി, മനുഷ്യനാക്കി ദൈവം മാറ്റിയത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദേഹം, അതായത് ഈ മൺശരീരം, അത് ഭൂമിയിൽ ലയിച്ചു ചേരും. കാരണം അത് ഭൂമിയിൽ നിന്നെടുത്ത പദാർത്ഥമായതുകൊണ്ട് അത് ഭൂമിയിൽ തന്നെ ലയിച്ചു ചേരുകയാണ്. ആത്മാവ് അത് ദൈവം മനുഷ്യന്റെ മൂക്കിലേക്ക് ഊതി അയച്ച ഒന്നായതുകൊണ്ട് അത് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ ചെന്ന് എത്തപ്പെടുന്നു. സഭാപ്രസംഗി 12:7 പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണപ്പെടുന്നു: ആത്മാവ് അത് നൽകിയവന്റെ
അടുക്കൽ തന്നെ ചെന്നു ചേരുന്നു എന്നാണ്. മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഇപ്രകാരം ഒരു ജീവശ്വാസം ദൈവം നൽകിയില്ല. അതുകൊണ്ട് അത് മരിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതം അതോടെ അവസാനിക്കുന്നു. കാരണം വേദപുസ്തകം പഠിക്കുമ്പോൾ സകല ജീവജാലങ്ങളെയും ദൈവം തൻ്റെ ശബ്ദത്താൽ ഉളവാക്കി എന്നാണ് കാണപ്പെടുന്നത്. പക്ഷെ മനുഷ്യനെ മാത്രം ദൈവം തൻ്റെ കൈകൾ കൊണ്ട് തൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചു. നിശ്ചലനായി കിടന്ന മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവം തൻ്റെ ശ്വാസത്തെ, തൻ്റെ ആത്മാവിനെ ഊതി അയച്ചു. ആ ആത്മാവ് ഈ മൺകൂടരമായ ശരീരം നിശ്ചലമാകുമ്പോൾ അത് ആത്മാവിന്റെ ഉടയവന്റെ അടുക്കിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, മൃഗത്തിനും മനുഷ്യനും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. അവയേക്കാൾ ശ്രേഷ്ഠമായതാണ് മനുഷ്യ ജന്മമെന്ന് പറയുന്നത്. അപ്പോൾ നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ചെന്നെത്തപ്പെടുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. നമ്മയൊക്കെ ജീവനുള്ള ഒന്നാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. ഒരുപക്ഷെ നാം ചിന്തിക്കാം, അത്യാഹിതയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ വെന്റിലേറ്ററിൽ ശ്വാസം കൃത്രിമമായി കൊടുക്കുന്നില്ലേ എന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചിരിക്കാം. പ്രിയമുള്ളവരെ, ദൈവം നമ്മിൽ നിറച്ച ദൈവത്തിന്റെ ആത്മാവാകുന്ന ശ്വാസം ഉള്ളിൽ അല്പം ഉള്ളതുകൊണ്ടാണ് ഈ കൃത്രിമ ശ്വാസം ഒരു മനുഷ്യ ശരീരത്തിൽ കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ ചലിക്കുന്നത്, ജീവനുള്ളതായി കാണുന്നത്. എന്നാൽ ദൈവം ഊതി അടച്ച ശ്വാസം പൂർണ്ണമായും ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ശവശരീരത്തിലേക്ക് എത്ര കൃത്രിമമായി ശ്വാസത്തെ കൊടുത്താലും ആ ശവശരീരത്തിന് ചലിക്കുവാൻ കഴിയുന്നില്ല. കാരണം ദൈവം നൽകിയ ശ്വാസം പോയി കഴിഞ്ഞു. അവിടെ ശാസ്ത്രം പരാജയപ്പെടുകയാണ്. അതാണ് ദൈവം ഊതി നിറച്ച ശ്വാസത്തിനും കൃത്രിമമായി മനുഷ്യൻ കണ്ടുപിടിച്ച വായുവിനും തമ്മിലുള്ള വ്യത്യാസം. ദേഹം എന്ന് പറയുന്നത് ഈ മൺ ശരീരവും ആത്മാവെന്ന് പറയുന്നത് ദൈവത്തിന്റെ ശ്വാസവുമാണ്. അപ്പൊ ദേഹം ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അത് മണ്ണോട് ചേർന്ന് പോകും. കാരണം അത് മണ്ണിൽ നിന്ന് എടുത്തത് കൊണ്ട്. ആത്മാവ് ദൈവം ഊതി നിറച്ചത് കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുന്നു. അടുത്ത ഒരു ഘടകമാണ് ദേഹി, അതായത് സോൾ. ദേഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ നിരൂപണങ്ങളും അതൊക്കെ കൂടിച്ചേർന്ന ഒന്നാണ് ദേഹി എന്ന് പറയുന്നത്. ലാസർ മരിച്ചു. അദ്ദേഹത്തിന്റെ ദേഹി ചെന്നെത്തപ്പെട്ടത് അബ്രഹാമിന്റെ മടിത്തട്ട്, അതായത് പറുദീസ, അവിടെയാണ്. യേശു കർത്താവും ഒരിക്കൽ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളനോടും ഇപ്രകാരം പറഞ്ഞതാണ്, നീ എന്നോട് ഒപ്പം ഇന്ന് പറുദീസയിൽ ഇരിക്കും. ഇപ്പൊ അബ്രഹാമിന്റെ മടിത്തട്ടിൽ ഇരിക്കുന്ന ലാസറിന് ചിലത് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു. ദാഹം എന്നത് അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. അത് ദേഹിയുടെ പ്രത്യേകതയാണ്. കാരണം നമ്മുടെ ചിന്തകളും നമ്മുടെ നിരൂപണങ്ങളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ തീരുമാനങ്ങളും തുടങ്ങി പല കാര്യങ്ങളെയാണ് ദേഹി എന്ന് പറയുന്നത്. അപ്പോൾ ധനവാനായിരിക്കുന്ന മനുഷ്യൻ അവൻ പാതാളത്തിലേക്ക് ആണ് ചെന്നെത്തപ്പെട്ടത്. കാരണം അവന്റെ പ്രവൃത്തിയുടെ ഫലം പാതാളത്തിൽ എത്തപ്പെട്ടു. അപ്പൊ പാതാളത്തിന്റെ അവസ്ഥയും അവന് അനുഭവിച്ചു മനസ്സിലാകാൻ കഴിയുന്നു. ഇത് ദേഹിയാണ്.
അപ്പോൾ ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ നിലത്തിൽ നിന്നും എടുത്ത മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് അവന്റെ ദേഹമാകുന്ന ഈ ശരീരം മണ്ണിലേക്ക് ചേരപ്പെടുന്നു. അവന്റെ ഉള്ളിലിരിക്കുന്ന ശ്വാസം, അത് ആത്മാവ് ദൈവം ഊതി നിറച്ചത് കാരണത്താൽ അത് ദൈവസന്നിധിയിൽ എത്തപ്പെടുന്നു. അതുപോലെ ദൈവം നൽകിയ ഒരു ദേഹി അവന് ചിന്തിക്കുവാനും, ഇതാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി, ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും നിരൂപണങ്ങളും ഒക്കെയുള്ള ഒരു വ്യക്തിത്വമാണ് ഞാൻ. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തെ പിന്നെ, അല്ല ഞാൻ തന്നെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തെ പിന്നെ റജിമോൻ എന്ന് പറയത്തില്ല, ബോഡി എന്നേ പറയുള്ളൂ. റജിമോൻ അല്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തി പോയിക്കഴിഞ്ഞു. ആ പോയിക്കഴിഞ്ഞ ആ വ്യക്തിയെയാണ് ദേഹി എന്ന് പറയുന്നത്. ആ ദേഹിയാണ് അബ്രഹാമിന്റെ മടിത്തട്ടിൽ ലാസറിനെ പോലെ കാണപ്പെടുന്നത്. അതിനാണ് ദാഹമുണ്ട്, ചിന്തയുണ്ട്, വികാരമുണ്ട്, വിചാരമുണ്ട്. അതാണ് ദേഹി. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ മൺകൂടാരമായിരിക്കുന്ന ശരീരത്തെ സൗന്ദര്യം കൊണ്ടും ജിമ്മിലൊക്കെ പോയി വ്യായാമങ്ങൾ എടുത്ത് നല്ല രീതിയിൽ അലങ്കരിച്ച് മോടി പിടിപ്പിച്ച് നാം നടക്കാറുണ്ട് ഈ ലോകത്തെ കാണിക്കുവാൻ. ഈ സൗന്ദര്യം കൊണ്ട് നിറയ്ക്കുന്ന നമ്മുടെ മണ്ണാകുന്ന ഈ മൺശരീരം ഒരു ദിവസം ഈ ഭൂമിയിൽ നിശ്ചലമായി ഭൂമിയോട് ലയിച്ചു ചേരും. അപ്പോൾ തന്നെ ആത്മാവ് അത് ഊതി നിറച്ച ദൈവത്തിൽ ചെന്ന് ലയിക്കുകയാണ്. പിന്നെയുള്ളത് ദേഹിയാണ്. ആ ദേഹി അബ്രഹാമിന്റെ മടിത്തട്ടായിരിക്കുന്ന എന്ന് വിശേഷിപ്പിക്കുന്ന പറുദീസയിൽ ചെന്നെത്തപ്പെടണമെങ്കിൽ ഇന്ന് നാം ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആ ദേഹിക്ക് അവിടെ എത്തപ്പെടുവാനുള്ള ക്രമീകരണങ്ങൾ നാം തന്നെ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആ ദേഹി ആ പറുദീസയിൽ ചെന്ന് എത്തപ്പെടണമെങ്കിൽ ഒന്ന്, പാപങ്ങളില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വചനമാകുന്ന കണ്ണാടിയിൽ നോക്കി നാം നമ്മുടെ കുറവുകളെ, കുറ്റങ്ങളെ കഴുകി വെടിപ്പാക്കി അനുദിന ജീവിതത്തിൽ ദൈവമായിട്ടുള്ള പ്രാർത്ഥനയിലും വചനദാനത്തിലും ദൈവിക ബന്ധത്തിൽ നാം ആയിരുന്ന് നമ്മെ തന്നെ ഒരു ആത്മീയനാക്കി മാറ്റി ദൈവവിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ദേഹിക്ക് പറുദീസ, അതായത് അബ്രഹാമിന്റെ മടിത്തട്ട്, അവിടെ ചെന്ന് എത്തപ്പെടുവാൻ കഴിയും. നമ്മൾ പുറമേയുള്ള ഈ മനുഷ്യനെ, ഈ ശരീരത്തെ നമ്മൾ അണിക്കൊരുക്കുന്നത് പോലെ നമ്മുടെ അകമേയുള്ള നമ്മുടെ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും നിരൂപണങ്ങളും ഒക്കെയും ദൈവഹിതപ്രകാരം ആർക്കും ദ്രോഹമില്ലാതെ, മറ്റുള്ളവർക്ക് അവൻ പ്രയാസമില്ലാതെ ദൈവഭയത്തിൽ അവയെല്ലാം ഒന്ന് നല്ല രീതിയിൽ ക്രമീകരിച്ച് ഒരു ദൈവഭക്തനായിട്ട് നാടിനും വീടിനും നല്ലവരായിട്ട് ആയിരിക്കുമെങ്കിൽ നമ്മുടെ ആ ദേഹി പറുദീസയിൽ ചെന്നെത്തപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, ഈ ശരീരം മണ്ണാണ്. ഈ മണ്ണിനോട് ചേരും. ഈ മൺകൂടാരത്തിലാണ് ദേഹത്തെയും, ആമേൻ, ഈ മൺകൂടാരത്തിലാണ് ആത്മാവിനെയും ദേഹിയെയും ദൈവം ആക്കി വെച്ചത്. മണ്ണോട് ചേരുമ്പോൾ ആത്മാവ് അതിൻ്റെ ഉടയവനിലേക്ക് ചെന്നെത്തപ്പെടുമ്പോൾ ദേഹി അത് പറുദീസയിലേക്ക് പോകുന്നു. അതവിടെ പോകണമെങ്കിൽ ഇന്ന് നാം ഇവിടെ വെച്ച് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ചിന്തകളെ നമ്മൾ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. നമുക്ക് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കുവാൻ ചോയ്സ് നമ്മിലേക്കുണ്ട്. മരിച്ചാൽ ഇതോടെ തീരും എന്ന് ഉള്ള ചിന്താഗതികളല്ല. മരിച്ചു കഴിഞ്ഞാൽ അതോടെ ജീവിതം അവസാനിച്ചതല്ല, പിന്നെയാണ് അനന്തമായ ജീവിതം പിന്നിൽ കിടക്കുന്നത്. അനന്തമായ ജീവിതത്തിൽ ചെന്നെത്തപ്പെടണമെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്കത് തിരഞ്ഞെടുക്കാം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ? നിത്യമായ പാതാളം, അതായത് നരകം, അതാണോ? അതോ നിത്യമായ പറുദീസ, ദൈവത്തോടൊപ്പം വസിക്കുന്ന അബ്രഹാമിന്റെ മടിത്തട്ടിൽ വിശേഷിപ്പിക്കുന്ന അവിടെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതെ, ദൈവകരത്തിൽ
ഈ സമയം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. മരിച്ചു കഴിഞ്ഞാൽ നാം എവിടെ? ഈ മൺശരീരം ഭൂമിയിൽ അലിഞ്ഞു ചേരും. ആത്മാവ് അതിൻ്റെ ഉടയവനിലേക്ക് ലയിക്കും. ദേഹി അത് പർദീസയിൽ ചെന്നെത്തപ്പെടും. നാം ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പൊന്നോമനായ പുത്രനായ യേശുക്രിസ്തു നമുക്ക് നൽകിയത്. ആ യേശുവിലുള്ള വിശ്വാസത്തിൽ, ഭക്തിയിൽ, ഭയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ വചനം ഏവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ആമേൻ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം ഏവരെ അനുഗ്രഹിക്കുമാട്ടെ. ആമേൻ.